സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എല്ലാവർക്കും അതിൽ വിഷമമുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ ഗവൺമെൻറ് കുടിയെടുപ്പിക്കേണ്ടി വന്നു. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ന്യായമുണ്ട്. അവിടെ ഗവൺമെൻറ് ഭൂമിയാണല്ലോ അത്. അപ്പോൾ ആ നിലക്ക് ഗവൺമെൻറ് നടപടി എടുത്താണ്. പക്ഷേ അതിങ്ങനെയായി. അതേ അവസരത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ പുനരധിവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കും, അവരെ പുനരധിവസിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഞങ്ങൾ സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ടിരുന്നു, കുഞ്ഞാലിസായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ മറുപടി എന്നുള്ളത്, ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട, നിങ്ങൾ കേരളത്തിലുള്ള ആളുകൾ, കേരളക്കാർക്ക് ഇതിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രതികരണം വരുന്നുണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. വീട് അവിടെ ഇതിനിരയായവർക്ക് അവർ പുനരധിവസിപ്പിക്കാനുള്ള പ്രത്യേകമായ പാക്കേജ് പ്രഖ്യാപിച്ച് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രതികളൊക്കെ രാഷ്ട്രീയം മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത്? മറ്റ് പ്രതികരണങ്ങളൊക്കെ രാഷ്ട്രീയം മാത്രമാണെന്നാണോ പറയുന്നത്? അല്ല, ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതിന് ഒരു ഒച്ചപ്പാടായി മാറിയപ്പോൾ നമുക്കും പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പ്രതികരിക്കുന്നു. മറ്റൊരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിം ലീഗ് വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ശക്തി പ്രകടനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു, നമുക്കറിയാം. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. തെത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിധി എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വിധിയാണ്, കേരളത്തിൻ്റെ വിധിയെഴുത്താണ്. കേരളത്തിലൊരു മാറ്റം അനിവാര്യമാണ്. അതിപ്പോൾ UDFനെ കേരളത്തിനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കേരള ജനത വിധി എഴുതി. അതനുസരിച്ച് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിലും അധികാരത്തിലേക്ക് വരേണ്ടതായിട്ടുള്ള അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ല, അത്തരം കാര്യങ്ങൾ, ഇലക്ഷൻ സംബന്ധമായ അത്തരം വിഷയങ്ങളൊന്നും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ UDFൻ്റെ കമ്മിറ്റികൾ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞാൽ നടക്കും. അതിനുശേഷമായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. മുന്നണി വിപുലീകരണം കൂടുതലായിരിക്കും. മുന്നണി വിപുലീകരണം ആവശ്യമാണല്ലോ. മുസ്ലിം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്ത് ഉള്ള ചില അതൃപ്തരായിട്ടുള്ള കക്ഷികളൊക്കെ ഉണ്ട്. അവരൊക്കെ UDFിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് UDF വിപുലീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. മുന്നണി വിപുലീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കും, എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.